താന്തോണി തുരുത്ത് സമരം അവസാനിപ്പിക്കുകയാണ്. മന്ത്രി പി രാജീവ് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിക്കുന്നത്. CRSR പ്രശ്നങ്ങളിൽ പരിഹാര മാർഗങ്ങൾ 2 ആഴ്ചയ്ക്കകം കണ്ടെത്താമെന്നാണ് ചർച്ചയിലെ ധാരണ. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ജിഡ ഈ കുറികൾക്കുള്ള മറുപടി സമർപ്പിക്കാം എന്നാണ് ഇന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ വകുപ്പിലെ ആളുകളുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ KCZMയുടെ പ്രത്യേക യോഗം ഇത് കിട്ടുന്ന തൊട്ട് അടുത്ത ആഴ്ച തന്നെ അവർ ചേരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാവുന്ന മട്ടിലാണെങ്കിൽ അവരത് ശുപാർശ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ കേന്ദ്ര ഗവൺമെന്റിന് അംഗീകാരമാണ് വേണ്ടത്. അവനെല്ലാവരും കൂടി അക്കാര്യത്തിൽ കൂടി ഒന്നിച്ച് നിൽക്കാം എന്നാണ് ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം. പ്രദീപ് ജോസഫ് കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രദീപ്, സമരം അവസാനിപ്പിക്കാൻ പോവുകയാണല്ലോ, നിർണായകമായ യോഗമായിരുന്നുവെന്ന് എന്തെല്ലാം ഉറപ്പുകൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്? എറണാകുളം നഗരത്തോട് വളരെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് താന്തോണി തുരുത്ത് എന്ന് പറയുന്നത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് 4 ദിവസം മുൻപ് താന്തോണി തുരുത്ത് നിവാസികൾ സമരം തുടങ്ങിയത്. 62 കുടുംബാംഗങ്ങളാണ് ഇവിടെയുള്ളത്. ജിഡ ഓഫീസിന് മുന്നിലായിരുന്നു ഈ സമരം. ഇതിന് ഒടുവിലാണ് മന്ത്രി പി രാജീവ് ഇന്ന് അനുരഞ്ജന ചർച്ച നടത്തിയത്. ഇതിനുണ്ടായ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ദ്വീപിന്റെ വികസനം സംബന്ധിച്ച് ജിഡ ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. 5 മീറ്റർ വീതിയിൽ റോഡ് വേണമെന്നായിരുന്നു പ്രദേശവാസികളുടെ ആവശ്യം. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ചില ചട്ടങ്ങൾ മൂലം ഇത് സാധ്യമാകില്ല എന്ന് മന്ത്രി അവരെ അറിയിച്ചു. അതേസമയം ചുരുങ്ങിയത് ഒരു ആംബുലൻസിന് കടന്നു പോകാവുന്ന തരത്തിൽ റോഡ് നിർമ്മിക്കുമെന്നും മന്ത്രി പി രാജീവ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ഉള്ളതുകൊണ്ട്, കാരണം തീരദേശ നിയന്ത്രണ പരിപാലന നിയമമൊക്കെ വരുന്ന പ്രദേശമാണ്, അതുകൊണ്ട് കേന്ദ്ര മന്ത്രാലയത്തിന്റെ കൂടി അനുമതികൾ എത്രയും വേഗം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഒരുമിച്ച് ചർച്ചകളും മറ്റും നടത്താനും തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയാണ് താൽക്കാലികമായി സമരം അവസാനിപ്പിക്കാൻ താന്തോണി തുരുത്ത് നിവാസികൾ തീരുമാനിച്ചിരിക്കുന്നത്.